ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. മത്സരിക്കുന്നവരല്ല. മത്സരിക്കുന്നവർ മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങാൻ. സാർ നമസ്കാരം. നമസ്കാരം. ആരായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ആകാംക്ഷയിലാണ് ജനങ്ങൾ. മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ, നമ്മൾ നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ നോക്കിയിരിക്കുന്നു ജനം. ഒരു വിവരവും ആർക്കും പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല, ഊഹാപോഹങ്ങൾ മാത്രമാണ്. എന്നാൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള കൃത്യമായ നിലപാട്, അതായത് UDFന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള കൃത്യമായ നിലപാടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളതിന് അഭിപ്രായം പറഞ്ഞ് മുസ്ലിം ലീഗ് VD സതീശന് അനുകൂലമായൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിന്റെ അഭ്യന്തര വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയേണ്ട എന്നാണ് പറഞ്ഞത്. അതിന് തക്ക മറുപടി അവർ കൊടുത്തിരിക്കുന്നു. കാരണം KPCC പ്രസിഡന്റ് ആരായിരിക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. UDFന്റെ പാർലമെന്ററി ലീഡർ ആരായിരിക്കണം എന്നുള്ളതാണ്, മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത്. UDFന്റെ ഭാഗം തന്നെയാണ് ഞങ്ങൾ മുസ്ലിം ലീഗ്. അപ്പോൾ മാത്യു കുഴൽനാടൻ്റെ വായ അവിടെ അടപ്പിച്ചു. എന്നാൽ കുഴൽനാടൻ ഇങ്ങനെ അനുചിതമായി ആർക്കോ വേണ്ടി ഒരു പണി നടത്തിയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ താല്പര്യമുള്ള ആളെ മുഖ്യമന്ത്രി കസേര ഇരുത്താൻ വേണ്ടി കുഴൽനാടൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ കുഴൽനാടന് മൂവാറ്റുപുഴയിൽ പോലും നിൽക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി എന്നുള്ളത് കേരളം കണ്ടറിഞ്ഞതാണ്. ഇവിടെ മുസ്ലിം ലീഗ് നിർണായകമായൊരു നീക്കം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കം ജനകീയ നേതാവായിരിക്കണം മുഖ്യമന്ത്രി എന്ന് നേരത്തെ പ്രസ്താവന നടത്തിയിട്ടായിരുന്നു. ഇപ്പോൾ ഒരു പടി കൂടി ലീഗ് കടത്തി പറഞ്ഞിരിക്കുന്നു. അതായത് UDF മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനം പറയാനുള്ള അവകാശമുണ്ട്, മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. ഇത് എല്ലാ ഘടകകക്ഷികൾക്കുണ്ട്. ഷിബു ബേബി ജോണും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവായ ജോസഫും എല്ലാം ആ അഭിപ്രായങ്ങൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് കുറച്ചുകൂടി കടത്തിയൊരു തീരുമാനം എടുത്തത് എന്താണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ, VD സതീശനല്ല മുഖ്യമന്ത്രി എങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ ഹൈക്കമാൻഡ് മറ്റാരെയെങ്കിലുമാണ്, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആരെയെങ്കിലുമാണ് മുഖ്യമന്ത്രിയായി കെട്ടിയിറക്കുന്നതെങ്കിൽ ഉന്നം വെച്ചത് KC വേണുഗോപാലിനെ തന്നെയാണ്. UDFന് പുറമേ നിന്ന് പിന്തുണ നൽകും. ഒരു കാരണവശാലും മുസ്ലിം ലീഗ് UDFന്റെ മന്ത്രിസഭയിൽ ചേരില്ല. ഈ ഒരു നിർദ്ദേശമാണ് മുസ്ലിം ലീഗിൻ്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് കൃത്യമായി തന്നെ വലിയൊരു ചെക്ക് വെക്കലായിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും. അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ചെക്ക് വെച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് സാർ ഇതിനെക്കുറിച്ച്? അതായത് UDF എന്ന പ്രസ്ഥാനം തകരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മൾ കാണേണ്ടത്. ഇത്രയധികം സുവർണാവസരം ഉണ്ടായിട്ടും 10 വർഷം പുറത്തിരുന്നിട്ട് അതൊന്നും പഠിക്കാതെ അധികാരത്തിലെത്താൻ വേണ്ടി എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് നേതൃത്വം കൊടുത്ത ആളെ ചവിട്ടി പുറത്താക്കി ഡൽഹിയിൽ നിന്ന് നിയന്ത്രിച്ച ആളെ, യാതൊരു പണിയും എടുക്കാതെ ഡൽഹിയിൽ നിന്ന് നിയന്ത്രിച്ച ആളെ മുഖ്യമന്ത്രിയാക്കാനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറല്ല. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി, ജനങ്ങളുടെ പിന്തുണ മനസ്സിലാക്കി, അതിനനുസരിച്ച് ലീഗ് കോൺഗ്രസ് തയ്യാറാവണമെന്നാണ് അവർ പറയുന്നത്. അവർക്കറിയാം കഴിഞ്ഞ 5 വർഷമായിട്ട് തകർന്നു കിടന്ന UDFനെ, തകർന്നു കിടന്ന
നിരാശ ബാധിച്ച UDF പ്രവർത്തകരെ രണ്ടാമത് തിരിച്ച് ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ധീരമായ പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും അത് VD സതീശൻ തന്നെയാണ് നയിച്ചിട്ടുള്ളത്. അതേ മുന്നണിയിലെ മറ്റു ഘടകകക്ഷികളെയും കൂടി ഒത്തൊരുമിപ്പിച്ച് അവരുടെയും കൂടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അങ്ങനെയാണ് മുന്നേറിയത്. ആ മുന്നേറിയ ഘട്ടത്തിൽ ഒന്നും തന്നെ KC വേണുഗോപാൽ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ ലീഗിനെ പറ്റി വളരെ മോശമായി പറയുമ്പോൾ എന്തെങ്കിലും ഇവിടെ KC വേണുഗോപാൽ ഉണ്ടായിരുന്നോ? അതേപോലെ രമേശ് ചെന്നിത്തല തടയാൻ വേണ്ടി ശ്രമിച്ചിരുന്നോ? അപ്പം ഇവർ രണ്ടുപേരും ലീഗിനെ ഇല്ലാതാക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി പലതരത്തിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തിയപ്പോൾ അതോടൊപ്പം തന്നെ പഴി കേട്ടിട്ടുള്ള ഒരാള് VD സതീശനാണ്. VD സതീശനെ ഇല്ലായ്മ ചെയ്യാനും ലീഗിനെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രവർത്തിച്ചത്. അത്തരം ഘട്ടത്തിൽ VD സതീശൻ ലീഗിനോടൊപ്പം നിൽക്കുകയും സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കുകയും ലീഗ് അതേപോലെ VD സതീശനോടൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കാലത്ത് കണ്ടിട്ടുള്ളത്. അത് അങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ ഇലക്ഷനിലും വിജയിപ്പിച്ചു കൊണ്ടുവന്ന് 5-6 ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചു കൊണ്ടുവന്ന് UDFനെ വീണ്ടും കരയ്ക്കടുപ്പിച്ച് വിജയത്തിലെത്തിച്ച് ഭരണം കൈമാറേണ്ട സമയത്ത് പുതിയ ഒരു അവതാരം വരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ നിയമപരമായിട്ടും നീതിപരമായിട്ടും ലീഗ് തയ്യാറല്ല എന്നുള്ളതാണ് അവർ അറിയിച്ചത്. അത് ചതിയാണ് എന്ന് കൂടിയാണ് അവർ പറയുന്നതിനർത്ഥം. അങ്ങനെ ചതി കാണിക്കുന്ന ഒരു ഗവൺമെന്റിലേക്ക് ലീഗ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിന്. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് നശിച്ച് നാറാണത്ത് കല്ലെടുത്തിരിക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന മധ്യപ്രദേശ്, രാജസ്ഥാനും പഞ്ചാബ് ഒന്നും അവരുടെ കൈവശമില്ല. ഇതുപോലെയുള്ള തമ്മിൽ തല്ലിച്ച് അവിടെയുള്ള പ്രമുഖരായ നേതാക്കന്മാരെ BJPയിൽ എത്തിക്കാൻ മുൻകൈ എടുത്തുള്ള ഒരാളാണ് ഈ KC വേണുഗോപാൽ. തന്ത്രപരമായി അദ്ദേഹം കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു 5 സ്റ്റേറ്റുകൾ ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ആ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാകേണ്ട നേതാക്കന്മാരും സംസ്ഥാനവും ഇപ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നെടുത്ത് എവിടെയെങ്കിലും KC വേണുഗോപാലിനെ എവിടെയും വിജയിപ്പിക്കാൻ പറ്റുമോ? അതിന് കാരണം ആ അവിടെയൊക്കെ ഒരു നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ശക്തനായ നിലപാടുള്ള ഒരു നേതാവ്, ശക്തനായ ഒരു നേതാവ്, എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു നേതാവ്, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു നേതാവ് ഇല്ലാതെ പോയി എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ അങ്ങനെ നിലപാടുള്ള ഒരു നേതാവ് വരികയും ലീഡർഷിപ്പുള്ള നേതാവ് വരികയും എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുകയും എല്ലാവർക്കും ഒരു ദിശാബോധം ഉണ്ടാക്കുകയും അങ്ങനെ UDFനെ അധികാരത്തിലെത്തിച്ച ശേഷം അദ്ദേഹമല്ല അതുവരെ കഷ്ടപ്പെട്ടതും ത്യാഗം ചെയ്തതൊന്നും അല്ല, ഗോളടിച്ചു കഴിഞ്ഞ ശേഷം കപ്പ് നേടുന്ന ആള് വേറെ ആളാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതാണ് അതിന്റെ നീതികേടാണ് ലീഗ് തുറന്നു കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ ഞങ്ങൾ VD സതീശനോടൊപ്പം പുറത്തിരിക്കും. നമുക്ക് പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം VD സതീശൻ മന്ത്രിസഭയിലേക്കില്ല, അതേപോലെ ലീഗും മന്ത്രിസഭയിലേക്കില്ല എന്ന് പറഞ്ഞാൽ മലബാറിൽ പ്രത്യേകിച്ചും കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ഏരിയകൾ ലീഗ് ഇല്ലാതെ വന്നാൽ എവിടെയെങ്കിലും കോൺഗ്രസിന് വിജയിക്കാൻ പറ്റുമോ? സാർ അതല്ല, ഇതിലിപ്പോ പ്രധാന ഒരു പ്രതിസന്ധി എന്നുള്ള സാറ് പറഞ്ഞത് വസ്തുത. പക്ഷെ നിലവിലുണ്ടാവുന്ന പ്രതിസന്ധി ഈ UDFനെ അധികാരത്തിലേറ്റാൻ വേണ്ടി പണിയെടുത്ത അല്ലെങ്കിൽ പടനയിച്ച പടനായകൻ എന്ന് കോൺഗ്രസ് അണികളും പ്രവർത്തകരെല്ലാം വിശേഷിപ്പിക്കുന്ന VD സതീശൻ മന്ത്രിസഭയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുകയും UDFന്റെ പ്രധാന ഘടകകക്ഷിയായ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ നേടിയ മുസ്ലിം ലീഗും മന്ത്രിസഭയിലേക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഹൈക്കമാൻഡിന് മുമ്പിൽ ഇത് വലിയ വെല്ലുവിളിയാണ്. കാരണം അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി VD സതീശൻ നല്ലവണ്ണം പ്രയത്നിച്ചിട്ടുണ്ട്. അതുപോലെ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് കണ്ണു തുറന്നേ പറ്റുള്ളൂ. ഇപ്പൊ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, അവർക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ്. അവിടെ ഡൽഹിയിലിരുന്ന് KC വേണുഗോപാൽ എന്ന അവതാരം അവിടെ ഇരുന്ന് നാടകം കളിക്കുകയാണ്. ഇവിടേക്ക് അദ്ദേഹത്തിന്റെ ഹൈക്കമാൻഡ് പ്രതിനിധികളെ അയക്കുന്നു, നിരീക്ഷകരെ അയക്കുന്നു, അവരൊരു കണക്കുണ്ടാക്കുന്നു, അവർ തന്നെ അത് പുറത്തുവിടുന്നു. അങ്ങനെ കേരളത്തിലെ UDFന്റെ ഇതുവരെ ഉണ്ടാക്കിയ ഐക്യം തകർത്തു കഴിഞ്ഞപ്പം ശരിക്കും KC വേണുഗോപാൽ ഒരു അവതാരമായി വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. ഇതുവരെ ഉണ്ടായിരുന്ന യൂണിറ്റ് ഇല്ലാതാക്കി ഇവിടെ കലഹം ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ കലഹം ഉണ്ടാക്കാനൊന്നും കേരളത്തിലേക്ക് വരുന്നില്ല. അതിന്റെ അർത്ഥം അദ്ദേഹം വന്നാൽ കലഹം ഉണ്ടാകുന്ന കൃത്യമാണ്. അതറിയുന്ന അദ്ദേഹം എന്തിനാണ് കലഹം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം തന്നെ സ്വയം നിശ്ചയിച്ച് നമുക്ക് ഇദ്ദേഹത്തോട് പറഞ്ഞ വിനോ വി ജോണിനോട് പറഞ്ഞ ആ വീഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. വിനോ വി ജോണിനോട് പറഞ്ഞ എന്താ, ഞാനിവിടെ വന്നാൽ കലഹം ഉണ്ടാകും എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇവിടെ വരുന്നത് എന്തിനാണ്?
കലഹമുണ്ടാക്കാനാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഇതുവരെ ഉണ്ടായിരുന്ന 5 വർഷം കൃത്യമായി ഉണ്ടായിരുന്ന യൂണിറ്റി, UDF-ന്റെ കെട്ടുറപ്പ് തകർക്കാൻ വേണ്ടി വന്ന അവതാരമാണ് ഈ KC വേണുഗോപാൽ എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സന്ദർഭത്തിൽ ആ KC വേണുഗോപാലിനെ ഇവിടെ അടിച്ചേൽപ്പിച്ച് ഇവിടുത്തെ UDF-നെ തകർക്കാൻ ശ്രമിക്കുന്നത് ഹൈക്കമാൻഡ് ഉത്തരവാദിയാണ്, രാഹുൽ ഗാന്ധി ഉത്തരവാദിയാണ്. ഈ സന്ദർഭത്തിൽ അത് കൃത്യമായി അറിയുന്ന മുസ്ലിം ലീഗ് പക്വതയോട് കൂടിയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്, ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇല്ല ഭരണത്തിലേക്ക്, ഞങ്ങൾ പുറമേ നിന്ന് പിന്തുണച്ചോളാം. അതിന്റെ അർത്ഥം തമ്മ് തല്ലിച്ചാവും. അധികാരം മുമ്പ് കൗരവർ തമ്മിൽ തല്ലി തകർന്ന പോലെ ഇവിടെ തമ്മ് തല്ലിച്ചാവും. അതിനു വേണ്ടിയിട്ട് ഞങ്ങളില്ല, ആ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുകയാണ്. അതിനർത്ഥം മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ, അതിനർത്ഥം ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മര്യാദയ്ക്ക് കൃത്യമായി VD സതീശൻ എന്ന് പറയുന്ന കഴിഞ്ഞ കാലത്ത് UDF-നെ 5 വർഷം കൊണ്ട് ഭരണത്തിലെത്തിച്ച നേതാവിന് തന്നെയാണ് അവകാശം. അദ്ദേഹം മാതൃക കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് കൃത്യമായി പറയാതെ പറയുകയാണ് മുസ്ലിം ലീഗ്. അതിന്റെ മുന്നിൽ കീഴടങ്ങാതെ മുട്ടുമടക്കാതെ ഹൈക്കമാൻഡിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരമൊരു കാര്യത്തിന് അവസാനം വഴങ്ങാനാണ് സാധ്യത. VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരുമെന്ന് നമുക്ക് കണക്കൂട്ടാം. ഇനി അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളുകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയ ആ ജോഡോ യാത്ര വീണ്ടും തെക്ക് വടക്ക് രാഹുൽ ഗാന്ധി നടക്കേണ്ടതായി വരും. ആ തെക്ക് വടക്ക് നടക്കുക എന്നല്ലാതെ കോൺഗ്രസിന് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മാത്രമല്ല രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്നാൽ പഴയ പോലെ ഒരു സഹായവും ഉണ്ടാവില്ല, പഴയ പ്രതാപവും ഉണ്ടാവില്ല. അവരെ നിർണായക സമയത്ത് എവിടെയും രക്ഷയില്ലാത്ത സമയത്ത് കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ മുന്നിൽ നിന്ന ആൾക്കാരാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ആ മുസ്ലിം ലീഗിനെ പിണക്കിക്കൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും നിർണായകമായ തീരുമാനം അധികം താമസിയാതെ വരും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ ഈ നിർണായക തീരുമാനം ഹൈക്കമാൻഡിനെ കണ്ണു തുറപ്പിക്കുമോ ഇല്ലയോ എന്ന് അധികം സമയം കാത്തിരിക്കേണ്ടി വരില്ല, നമുക്കറിയാം.